സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പ് തുടരുന്നു. ഇന്ന് 2 ജില്ലകൾക്ക് റെഡ് അലർട്ട്, 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ്. വരുന്ന 3 ദിവസവും സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠവും കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം നമുക്ക് തലസ്ഥാന ജില്ലയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എപ്രകാരമാണ് മഴ മുന്നറിയിപ്പുകൾ വരുന്നത്? അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ളത്. ഇനി വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും വിവിധ ജില്ലകളിൽ ഏതൊക്കെ രീതിയിലാണ് അലർട്ടുകൾ നൽകിയിരിക്കുന്നത്? രോഹിണി, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അതീവ മഴയ്ക്ക് തന്നെ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. അതിശക്തമായ മഴയ്ക്ക്, അതായത് കർണാടക തീരത്തും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ കർണാടക തീരത്തുണ്ടാകുന്ന ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റുമാണ് കേരള തീരത്ത് ഇത്തരത്തിൽ ശക്തമായ മഴയ്ക്കു കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു മുന്നറിയിപ്പായി നൽകുന്നത്. ഇന്ന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ എന്ന് പറയുന്നത് മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ചുവന്ന മുന്നറിയിപ്പ് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അത് മാറി മറിയാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ, ഞാൻ നിൽക്കുന്ന ജില്ലയിലാകട്ടെ, നഗരപ്രദേശങ്ങളിൽ രാവിലെ അധികം മഴയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ, അതായത് മലയോര മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ യാത്രയ്ക്കും ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മത്സ്യബന്ധനത്തിനാകട്ടെ, രാത്രികാല യാത്രകളാകട്ടെ, ചില ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതാകട്ടെ, അങ്ങനെയുള്ള ചില മേഖലകളിലൊക്കെ തന്നെ യാത്രാ നിരക്ക് ഇപ്പോൾ കർശനമായി നിരോധിച്ചുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് ശക്തമായ കാറ്റിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളെ മുൻനിർത്തിയാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. 17 വരെയാണ്, ഈ മാസം 17 വരെയാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാത്രികാല യാത്രകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ശക്തമായ മഴയെ തുടർന്നുണ്ടാകുന്ന ചില മണ്ണിടിച്ചിലുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി മുന്നറിയിപ്പ് നൽകുന്നതുകൊണ്ട് ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യത, അതായത് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ സമുദ്ര ഗവേഷണ പഠന കേന്ദ്രവും നൽകുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് അതീവ മഴയ്ക്കു തന്നെ സാധ്യത എന്ന് തന്നെയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. രോഹിണി, ശരി അഖിൽ. കോഴിക്കോടേക്ക് പോകാം നമുക്ക്. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വടക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? രോഹിണി, വടക്കൻ കേരളത്തിൽ മഴ തീവ്രമാവുകയാണ്. പ്രധാനമായും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. എന്തായാലും തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഇന്നലെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ജില്ലയിൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രോഹിണി. കൂടാതെ തന്നെ നഗരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ടൗണിന്റെ വിവിധ പ്രദേശങ്ങൾ നമുക്കറിയാം. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്താൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലാപ്പറമ്പ് ഉൾപ്പെടെയുള്ള ടൗൺ ഏരിയകളിൽ ക്രമാതീതമായി നഗരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മുക്കം, കാരശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ മലയോര മേഖലയാണ്. ഈ കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശവും നിലവിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് രോഹിണി. ശരി ദിസ്ന, നമുക്ക് ഇനി മധ്യ കേരളത്തിലൊരു സാഹചര്യം കൂടി പരിശോധിക്കാം. കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അതിശക്ത മഴ മുന്നറിയിപ്പ് തന്നെയാണോ മധ്യ കേരളത്തിലും നൽകിയിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം?
രോഹിണി, മധ്യകേരളത്തിലെ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി മുതൽ ശക്തമായ ഇടവിട്ട് പെയ്യുന്ന മഴയായിരുന്നു. ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്ന ഒരു സമയമാണ്. സാധാരണ നമുക്കറിയാം, മഴ പെയ്താൽ, ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിലാകും കൊച്ചി നഗരം. പക്ഷേ ഇത്തവണ ഈ മഴ ഇടവിട്ട് പെയ്യുന്നത് കൊണ്ട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടില്ല. ഇനിയും മഴ ശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ അത്തരത്തിലുള്ള വെള്ളക്കെട്ടിനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ആ രീതിയിൽ മഴ മുന്നോട്ട് പോവുകയാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടായാൽ അതിനെ നേരിടാനുള്ള നടപടികളുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കിഴക്കൻ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പെരിയാറിൻ്റെയൊക്കെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അടക്കം ഷട്ടറുകൾ തുറക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഡാമിൻ്റെ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തീരദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ കടലാക്രമണമാണ് ഇന്നലെ മുതൽ. വൈപ്പിൻ, ഞാറയ്ക്കൽ, കണ്ണമാലി പ്രദേശങ്ങളിൽ ഇന്നലെ മുതൽ ശക്തമായ കടലാക്രമണമാണ്. കടൽഭിത്തി ഇല്ലാത്ത ഇടങ്ങളിൽ പല ഇടത്തും കടൽ കരയിലേക്ക് ശക്തമായി ആഞ്ഞടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ ഞാറയ്ക്കൽ പ്രദേശത്ത് ഇന്നലെ ഉച്ച കഴിഞ്ഞ് വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. കുറച്ചധികം ആളുകളെ, ഞാറയ്ക്കൽ പ്രദേശത്തു നിന്നുള്ള ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും രൂക്ഷമായ കടലാക്രമണ സാധ്യതയുണ്ട്. വലിയ തിരമാലകൾക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. എറണാകുളം ജില്ലയിൽ ഇടവിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. രോഹിണി. ശരി നിഷ, എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ പ്രതിനിധികൾ.